ഇനി എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് അറിയാതെ, അതായത് +2 കഴിഞ്ഞിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മേഖല ഏതാണെന്ന് കണ്ടെത്തി അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് ഡൗട്ടാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത്തരത്തിൽ വരുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആദ്യത്തെ 1-2 വർഷം നിങ്ങൾ സെയിൽസിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് മറ്റു മേഖലകൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതിലേക്കാണോ പാഷൻ വരുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാഷൻ കണ്ടെത്തി അതിലേക്ക് മാറാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് മാറിക്കൊള്ളൂ. സെയിൽസിൽ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു കാര്യം. രണ്ടാമത്, ഇതിലൂടെ നിങ്ങൾ നേടുന്ന ഈ പറയുന്ന നെഗോസിയേഷൻ സ്കില്ലാവട്ടെ, ഒരാളെ പെർസ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാവട്ടെ, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവട്ടെ, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന സ്കില്ലാവട്ടെ, ഇതെല്ലാം നിങ്ങൾ ഇനി ഏത് കരിയറിലേക്ക്, നിങ്ങളുടെ ലൈഫിൽ ഏത് കരിയറിലേക്കാവട്ടെ, ഇനി അതല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് മറ്റ് ഏത് കാര്യങ്ങൾ ചെയ്യാനാവട്ടെ, ഈ കാര്യങ്ങളെല്ലാം, ഈ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ സാധാ ഒരു പ്രോപ്പറായിട്ട് ഒരു ധാരണയോട് കൂടിയല്ലാത്തൊരു ഡിഗ്രിയോ മറ്റോ ഒക്കെ എടുക്കുന്ന ആളുകളെ പോലും ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മേഖല, സെയിൽസ് എന്നുള്ളൊരു മേഖലയിലേക്ക് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മേഖല എന്ന് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് അത് കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് മാറാം. അതല്ല നിങ്ങൾക്ക് സെയിൽസ് ത്രില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, അതായത് മണി ആ രീതിയിൽ മേക്ക് ചെയ്യാനും അത് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഇൻ ദാറ്റ് മേഖല ഇറ്റ് സെൽഫ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങളുടെ ലൈഫിൽ അത് തന്നെ മതിയായിരിക്കും.